ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ എനിക്ക് തരുന്ന ഹൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ആൾക്കാർ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബ്രൂണോ. പുള്ളി ഒരു ഡയറക്ടറും കൂടെ ആവുകൊണ്ട് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു മാജിക് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് അതിന്റെ വശം എന്നുള്ളതും എവിടേക്കാണ് അതിന്റെ ഹൈ വരുന്നതെന്നൊക്കെ ഉള്ളത് പുള്ളി ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പുള്ളിക്ക് അറിയാം. അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കില്ല, അടുത്തുനിന്ന് കണ്ടോണ്ടിരിക്കില്ല, നമ്മൾ അറിയാതെ ഇങ്ങനെ അടിപൊളി കൈയടിച്ചു പോയി. അമ്മാതിരി മൊമെന്റ് ആയിരുന്നു. എന്റെ ലക്കി ചാമാണ് ആക്ടേഴ്സും ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അതിങ്ങിപ്പം ഈ സ്ട്രഗ്ലിംഗ് ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ലെന്ന് തന്നെ. ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയാലും നല്ല റോൾസ് വന്നുകൊണ്ടിരുന്നാലും നമുക്ക് ഈ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. വേറൊരു തരത്തിലാണെന്നേ ഉള്ളൂ ഈ സ്ട്രഗ്ലിംഗ്. ഇപ്പം ഞാൻ ജേർണലിസമോ അങ്ങനെയൊന്നും പഠിച്ചു, അവർ പറഞ്ഞിട്ടുണ്ട് ജേർണലിസം പഠിച്ചവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അതൊന്നും പഠിക്കാതെ വന്നത്. എനിക്ക് ഫീൽഡ് അല്ലാതെ വന്നത്. എനിക്ക് വേറൊരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ചെയ്താലും ഞാൻ അതിൽ സക്സസ് ആവും. നമ്മൾ ചെയ്യുന്നതിൽ എന്തോ അതിൽ നമ്മൾ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള വിചാരമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ പഴയ 90s കാണുന്ന ഒരു പടമില്ലേ, മോഹൻലാൽ മുരളി ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമ സാധനമല്ലേ. ഇപ്പൊ നമ്മൾ കുറെ കാലം മുമ്പൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ അതിനൊക്കെ ഭയങ്കര ഡെപ്ത് ഉണ്ടാവും ക്യാരക്ടേഴ്സിനൊക്കെ. കുറച്ചും കൂടെ ഇന്നത്തെ സിനിമക്കാളും കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും. ഞാൻ എപ്പോഴും 90s സ്റ്റക്ക് ആയിട്ടുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ. അവിടുത്തെ സിനിമയും അവിടുത്തെ കൾച്ചർ, അവിടുത്തെ തമാശകൾ, ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ 90s കിഡ്സ് ആവുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒക്കെ ഉള്ള സിനിമ ചെയ്യണം. പറഞ്ഞ മുരളിയൊക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടർ, അങ്ങനെയൊക്കെ ലാലുവലസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. തുടക്കകാലത്ത് ഈ സിനിമയിലേക്ക് ഒന്ന് എത്തപ്പെടാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് അത് വലിയൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ആൾക്കാർ പലതും പറയും നമുക്ക് പറ്റാത്ത പണിയുണ്ട്, ഇതൊക്കെ വലിയവർക്ക് പറ്റുള്ളൂ, വീട്ടിലായാലും ബന്ധുക്കളായാലും ബാക്കി. പക്ഷേ ഇതിന് നല്ല കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ഓഡീഷനിൽ ഒരു റോള് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല നടനാവണമെന്നില്ല. ഓഡീഷനിൽ കിട്ടാതിരിക്കുക എന്ന് വെച്ചിട്ട് അയാൾ ഒരു നല്ല നടന അല്ലാതിരിക്കുന്നില്ല, മനസ്സിലായില്ലേ? അന്ന് ഞാൻ കണ്ടുപിടിച്ച കുറേ പേരുണ്ട്. അന്ന് ഇതേപോലെ എൻ്റെ അടുത്ത് വിഷമിച്ചിവിടെ എന്ത് പരിപാടിയാണ് അവർ കാണിക്കണമെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പം സിനിമയിൽ അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് ആനന്ദ് മന്മഥനാണ്. ആനന്ദേട്ടാ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. ഇപ്പം ബ്രൂണോ ആണ് ഏറ്റവും പുതിയ വിശേഷം. പൊന്മാൻ ഇങ്ങനെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ബ്രൂണോ എന്ന കഥാപാത്രം ആനന്ദേട്ടന് തരുന്നൊരു ഹൈ എത്രത്തോളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ എനിക്ക് തരുന്ന ഹൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുകയും ആൾക്കാർ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബ്രൂണോ. നമ്മളിങ്ങനെ ഒരു ക്യാരക്ടർ ആണ് സത്യം പറഞ്ഞാൽ കാത്തിരുന്നത്. അപ്പോൾ അത് ഈ കഥ വായിച്ചപ്പം തൊട്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കഥ വായിച്ചപ്പം തൊട്ട് തന്നെ എനിക്ക് ഈ ബ്രൂണോ എന്നുള്ള ക്യാരക്ടറാണ് നമ്മൾ ഈ ഒന്നാമത് ഇന്ദുവൻ ചേട്ടൻ കഥ എഴുതിയിരിക്കുന്നത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സിനിമയായിട്ട് തന്നെ കാണാൻ പറ്റും. അന്നോട്ട് ഞാനിങ്ങനെ നമ്മൾ പിന്നെ ആക്ടറും കൂടെ ആവുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമല്ലോ, ഇതിൽ ഏത് ക്യാരക്ടറായിരിക്കും നമുക്ക് സിനിമ ആകുമ്പോൾ ഏത് ക്യാരക്ടർ. ഇത് പണ്ട് ഇറങ്ങിയ സമയത്ത്, ബുക്ക് ഇറങ്ങിയ സമയത്ത് കോർഡിനേഷൻ ഞാൻ വായിച്ചപ്പോഴോ എനിക്ക് തോന്നിയതാണ്. അപ്പം നമ്മൾ അജേഷ് എന്നുള്ള ക്യാരക്ടർ നോക്കുന്നു, അജേഷ് എന്തായാലും നായകനാണ്, നമുക്ക് പറ്റില്ല. പിന്നെ മരിയാനയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ മരിയാനയുടെ രൂപവും ആ ഒരു മൊത്തത്തിലുള്ള അപ്പിയറൻസും ഒക്കെ വെച്ചിട്ട് അതും നമുക്ക് പറ്റില്ല. പിന്നെ നോക്കിയപ്പോൾ ബ്രൂണോ കൊള്ളാം, ഇത് കിട്ടിയാൽ കൊള്ളാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് നമ്മൾ ആഗ്രഹം മാത്രമാണല്ലോ, നമ്മളത് അതേപോലെ പ്ലാൻ എനിക്കറിയില്ല. പ്ലാൻ ഉണ്ടായിരുന്നു, ആദ്യം തൊട്ടേ ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യത്തെ ഘട്ടത്തിൽ ഫഹദ് ഈ പറയുന്ന പോലെ അങ്ങനെയായിരുന്നു അവർ കാസ്റ്റിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് ആലോചിക്കുമ്പോൾ ഫഹദൊക്കെ വരുമ്പോൾ ഇതൊക്കെ വേറെ ആക്ടേഴ്സ് ആയിരിക്കുമല്ലോ നമ്മളെ മനസ്സിലൊക്കെ വരുന്നത്, അവർക്കൊക്കെ നല്ല റോളായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷേ എങ്ങനെയോ 2024 കറങ്ങിത്തിരിഞ്ഞ് അത് നമ്മളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സുഖമുള്ളൊരു എന്താ പറയുന്നത് ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരു മാനിഫെസ്റ്റേഷൻ അങ്ങനെ ചെയ്ത് എങ്ങനെയോ വന്നതാണത്. എപ്പോഴെങ്കിലും ഒക്കെ കരിയറിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു നോവൽ ബേസ് ചെയ്തൊരു സിനിമയിൽ ഒരു അഭിനയിക്കണം, അല്ലെങ്കിൽ മുമ്പ് എഴുതപ്പെട്ട ഒരു കഥ സിനിമയാക്കുമ്പോൾ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് കാരണം അങ്ങനെ എഴുതപ്പെട്ട ക്യാരക്ടറുകൾക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. നമ്മൾ വായിച്ചിട്ടുള്ള നോവലിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും. നമ്മൾ സാധാരണ സ്ക്രിപ്റ്റിൽ ഇല്ലാന്നല്ല, എന്നാലും ഇതിന് കുറച്ചും കൂടെ വേറെ ഡയമെൻഷൻ ഉണ്ടാവും. എപ്പോഴും തിരക്കഥകൾ അല്ല ഈ പറയുന്ന പോലെ നോവലുകൾ തിരക്കഥയായി നല്ല വിജയിച്ച സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഉള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഡെപ്ത് ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ബ്രൂണോ എന്നുള്ള ക്യാരക്ടറിന് ഭയങ്കര ഒരു ഡെപ്ത് ഉണ്ട്, ഭയങ്കര ഒരു ഗ്രാഫാണ്. പുള്ളി തുടങ്ങിയിടത്തല്ല നിൽക്കുന്നത്. സിനിമ തുടങ്ങിയപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയല്ല തീരുമ്പോൾ ഒരു മാറിയ മനുഷ്യനാണ്, പോരാടാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്, ഭയങ്കര ഗ്രാഫുള്ള ക്യാരക്ടറാണ്, ഭയങ്കര സന്തോഷമാണ്. അതാണ് അതിൻ്റെ ഹൈ. പല വേരിയേഷൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
ഈ ബ്രൂണോ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ, അതിനെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ നമ്മൾ ആക്ട് ചെയ്യുന്നതും ഒരു ചാലഞ്ച് ആണല്ലോ. അപ്പൊ ബ്രൂണോനെ മീറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഇല്ല. ആക്ച്വലി ഇതിന്റെ കഥ ഈ പറയുന്ന പോലെ ഇവര് സിനിമ ഉണ്ടാണല്ലോ. അപ്പൊ ഇവർ ഈ പറയുന്ന പോലെ ഈ സ്വർണം വീട്ടിൽ കൊണ്ടുവന്ന ഒരു വ്യക്തി, അജേഷ് എന്നുള്ള വ്യക്തി അവിടെ വന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി, നമ്മുടെ ഡയറക്ടറാണ് മറുത എന്നുള്ള ഈ സിനിമയിലുള്ള ക്യാരക്ടറാണ് ഡയറക്ടറിൻ്റെ ജോയ് ഷേട്ടൻ്റെ യഥാർത്ഥ ക്യാരക്ടർ. പിന്നെ രാജേഷ് ശർമ്മ പുള്ളിയും അവരെല്ലാവരും മോന്തായ എന്നൊരു ടീമുണ്ട് കൊല്ലത്ത്. അപ്പോൾ അവർ ഈ കല്യാണത്തിന് കൂടി അവരെല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഈ അന്ന് രാത്രി തന്നെ പെണ്ണ് സ്വർണം കൊണ്ട് പോയി എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കഥ ആക്ച്വലി. ആ സ്വർണം കൊണ്ട് പോയെടുത്ത് ഇവർ വലിഞ്ഞു, ഇവർ മുങ്ങി. മറ്റേ ആള് അയ്യോ എൻ്റെ സ്വർണം പോയല്ലോ എന്ന് പറഞ്ഞ് പിറകെ ഓടുന്നതാണ് ഇവർ ലാസ്റ്റ് കണ്ട ഫ്രെയിം. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അവർക്കൊന്നും അറിയില്ല. അപ്പം ആക്ച്വലി ഈ സിനിമയിൽ ഈ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെയുള്ള ഒരാളാണെന്നൊന്നും നമുക്കറിയില്ല. ഇല്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ എൻ്റെ അടുത്ത് ജോയ് ചേട്ടൻ പറഞ്ഞത് പുള്ളി ഇപ്പം പുറത്തെവിടെയാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ബ്രൂണോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ സിനിമയിൽ ബാക്കി ബാസ്റ്റിനെ കണ്ടിട്ടുണ്ട്, രാജേഷ് ശർമ്മയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ അല്ലാതെ സെറ്റിൽ, കാരണം ജോയ് ചേട്ടൻ്റെയും ടീമിൻ്റെയും കഥയാകൊണ്ട് തന്നെ ജോയ് ചേട്ടൻ്റെ സിനിമ കൊല്ലത്ത് തന്നെ നടക്കുമ്പോൾ എല്ലാവരും അവിടെ സെറ്റിൽ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം, അപ്പോൾ അവരുടെ ലൈഫ്, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ ഒരു സൗഹൃദമൊക്കെ കാണുമ്പോൾ ഭയങ്കര റോ സാധനമാണ്. ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്താ പറയുന്ന ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് കിട്ടും. പലയിടത്തുനിന്നും എടുത്തിട്ടുണ്ട്, ബ്രൂണോ മാത്രം കണ്ടിട്ടില്ല. ഇതില് ആനന്ദേട്ടൻ്റെയും ബേസിലിന്റെയും ഒരു കോമ്പിനേഷൻ സീൻ, ഇൻഡോർ ഉള്ള ഒരു സീൻ ഉണ്ടല്ലോ. ബേസിലിന്റെ എനിക്ക് തോന്നുന്ന ഒരു സിംഗിൾ ടേക്ക് എന്തോ എടുത്തതാണ്, ലോഡ്ജിലെ സീൻ. ആ ഒരു സീനിനെ പറ്റി ഒന്ന് പറയാം. അത് എങ്ങനെയായിരുന്നു ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഫുൾ ഷൂട്ട് ചെയ്തതൊക്കെ? ആ സീൻ ആക്ച്വലി അതൊരു വല്ലാത്തൊരു സിനിമയുടെ ഒരു പിവറ്റൽ മൂമെന്റിൽ സംഭവിക്കുന്ന ഒരു സീനാണ്. അതിലും ഈ പറയുന്ന പോലെ ബ്രൂണോയുടെ വല്ലാത്തൊരു റിയലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രൂണോ വല്ലാത്തൊരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഹൈ മൊമെൻ്റ് ചെയ്യുമ്പോൾ ബേസിൽ അതിനെ തട്ടിക്കളഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. എടാ ഇങ്ങനെയാണ്ട ലൈഫ്, നീയൊക്കെ എന്ത് കാണിക്കണത്. നമ്മളിപ്പം റീൽസും സാധനത്തിലൊക്കെ കാണുന്ന അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ പറഞ്ഞ പോലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്. അല്ലാത്ത സമയത്തൊക്കെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു സീനുണ്ട്. ആ സീന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഒരു നൈറ്റിലാണ് എടുത്തത്. അപ്പോൾ ആ നൈറ്റിൽ പുള്ളി ഇങ്ങനെ അവിടെ നിന്ന് ആ സമയത്ത് പുള്ളി പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ഇന്റേണൽ ആയിട്ടാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തിയത്. നമ്മൾ പുറത്ത് കാണിച്ച് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് പ്രാക്ടീസ് അങ്ങനെയല്ല. പുള്ളി ഇന്റേണൽ ആയിട്ടാണ്. പുള്ളി ഒരു ഡയറക്ടറും കൂടെ ആവുകൊണ്ട് പുള്ളിക്ക് ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു മാജിക്ക് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് അതിൻ്റെ വശം എന്നുള്ളതും എവിടെയൊക്കെയാണ് അതിൻ്റെ ഹൈ വരുന്നതെന്നൊക്കെ ഉള്ളത് പുള്ളി ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പുള്ളിക്ക് അറിയാം. പുള്ളി ഒരു ബ്രില്യൻ്റ് മേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയിലിട്ട് പുള്ളി ഇങ്ങനെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് ഞാൻ അവിടെ നോക്കി കാണുകയുണ്ടായിരുന്നു. പിന്നെ അത് ഒറ്റ ടേക്കായിരുന്നു. ആക്ച്വലി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്തിനാണ് എൻ്റെ റിയാക്ഷനൊക്കെ അവിടെ ഇട്ട്. അത് ഒറ്റ ടേക്കായിട്ട് വരുന്നത് ഭയങ്കര രസമായിരുന്നു. പക്ഷെ അവർക്ക് റിയാക്ഷൻ വേണമെന്ന് തോന്നി, അതുകൊണ്ട് വെച്ചാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര രസമായിരുന്നു. നമ്മളത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കില്ല, അടുത്തുനിന്ന് കണ്ടോണ്ടിരിക്കില്ല. നമ്മൾ അറിയാതെ ഇങ്ങനെ അടിപൊളി കൈയടിച്ചു പോയി. അമ്മാതിരി മൊമെന്റ് ആയിരുന്നു അത്. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴും അത് മനസ്സിലാകും. പുള്ളി അത് മൂന്നാമത്തെ ടേക്ക് ഓക്കെ ടേക്കാണ് ഡയറക്ടർ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് കുറച്ചും കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് പക്ഷെ മൂന്നാമത്തെ ടേക്കാണ് ഇപ്പോഴും വച്ചേക്കുന്നത്. ഭയങ്കര രസമുള്ള അത് ഒറ്റ ടേക്കിൽ എങ്ങനെ പോവുകയാണത്. അത് ഒറ്റ ശ്വാസത്തിൽ പോവുകയാണ്. കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരുന്നു, തൊണ്ടയൊന്നും ശബ്ദമൊന്നും വരാതെ ഉള്ള ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ കാണുമ്പോണ്ടിരിക്കുന്ന ഇപ്പുറത്തെ വശത്ത് നിന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതെ അതെ. ഇപ്പൊ ബേസിലിനൊപ്പം തന്നെ ഈ കോമ്പിനേഷനും എല്ലാം വരുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു. അപ്പം ആളുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ട് സിനിമകളും നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സിനിമ, ആദ്യത്തെ സിനിമയും അതുപോലെ തന്നെ ഹിറ്റായിരുന്നു, രണ്ടാമത്തെ സിനിമയും ഇങ്ങനെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചായാലും മതിയായിരുന്നു, അടുത്ത പടത്തിലും വിളിക്കട്ടെ. നല്ല എന്ന് വെച്ചാൽ പുള്ളി ആദ്യം തൊട്ടേ നമ്മളെ കാണുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് കുറേ കാലത്തിന് മുമ്പ് ഞാനൊരു ഷോർട്ട് ഫിലിം സിനിമാക്കാരൻ്റെ ദിനസരി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഞാൻ ഇങ്ങനെ നമ്പർ കിട്ടിയപ്പോൾ, നമുക്ക് അന്ന് അറിയില്ല പുള്ളിയെ, നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു പുള്ളിക്ക്. ഞാനിതാണ് ആനന്ദാണ്, ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ആണ് കാണണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. എനിക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ അന്ന് ഒരു പടം പോലും ചെയ്തിട്ടില്ല. ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം നമ്മൾ ജയ്ഹേലാണ് ആദ്യമായിട്ട് കാണുന്നത്. ജയ്ഹേൽ കാണുമ്പോഴും
ഇപ്പം പൊന്മാനിൽ ചെയ്യുമ്പോഴൊക്കെ പുള്ളി ഒരേ വ്യക്തിയാണ്. പുള്ളി ഭയങ്കര കൂളായിട്ടുള്ള, നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള, എല്ലാം നമ്മളൊരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രസമുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ എന്നെ ജോയ് ചേട്ടൻ എന്നെ റെക്കമെൻഡ് ചെയ്തതും ബേസിലാണ്. ആക്ച്വലി ജോയ് ചേട്ടൻ ഇങ്ങനെ ബ്രൂണോയ്ക്ക് വേണ്ടി കുറച്ച് പേരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ പേരും ഉണ്ടായിരുന്നു. ജയഹേ കണ്ടിട്ട് പുള്ളി അതിൽ ഈ അടി കിട്ടിക്കഴിഞ്ഞിട്ട് ഇവര് എല്ലാം കൂടെ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ ആ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുമല്ലോ. ചവിട്ടൊന്നുമില്ല, ചവിട്ടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചവിട്ടം എന്നൊക്കെ അമ്മ കനക ചേച്ചി പറയുന്ന സീനില്ല. അപ്പൊ അതിൽ ഞാനൊരു ഡയലോഗ് വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ മോക്കാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമായിരുന്നുള്ളൂ. ആ ഡയലോഗ് കണ്ടപ്പോൾ പുള്ളി എന്നെ നോട്ട് ചെയ്ത് വെച്ചു എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബേസിൽ ഒരിക്കൽ ഞാനും പവിശങ്കറും കൂടെ വണ്ടി പോയിരുന്നു. അപ്പം പവിയെ ബേസിൽ വിളിക്കുക, അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ബേസിൽ, എടാ നീ ഇങ്ങനെ പ്രൊഫൈൽ അയക്കി, ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട്, അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കുകയും അപ്പം അവർ ബേസിൽ ജോഷേട്ടൻ അയച്ചു കൊടുത്തപ്പോൾ ജോഷേട്ടനും പറഞ്ഞു ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ സംസാരിച്ച് എന്നാൽ പിന്നെ ആനന്ദ് തന്നെ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ വരികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അപ്പം പുള്ളി നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പലയിടത്തും. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതെ, നല്ലൊരു മനുഷ്യനാണ്. അതെ, ഇപ്പം കുറച്ച് വർഷമായല്ലോ സിനിമയ്ക്കായിട്ട് ഇങ്ങനെ ജീവിതം മാറ്റി വെച്ചു. ത്രൂ ഔട്ട് സിനിമയിലായിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് 8 വർഷം എന്ന് വെച്ചാൽ 8 വർഷത്തിന് കൂടുതലായി. 2016 ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത്. അതുകൊണ്ട് 8 വർഷമായി. സിനിമ തുടങ്ങിയിട്ടപ്പോ 8 വർഷമായി. സ്ട്രഗ്ലിംഗ് തുടങ്ങിയിട്ട് അതിലും കൂടുതൽ. ഇതുവരെയുള്ള ഈ ഒരു യാത്ര, 8 വർഷത്തെ സിനിമ യാത്രയും അതിന് മുന്നേ ഉള്ള ഒരു സ്ട്രഗ്ലിംഗ് ജേർണിയും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് മൊത്തത്തില്? അത് ഭയങ്കര രസമുള്ള യാത്രയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവരുടെ കാര്യവും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ആക്ടേഴ്സും ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അതിങ്ങിപ്പം ഈ സ്ട്രഗ്ലിംഗ് ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ ആയാലും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയാലും നല്ല റോൾസ് വന്നുകൊണ്ടിരുന്നാലും നമുക്ക് ഈ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. വേറൊരു തരത്തിലാണെന്നേ ഉള്ളൂ ഈ സ്ട്രഗ്ലിംഗ് ഉള്ളത്. ഇപ്പം തുടങ്ങിയപ്പം ഉള്ള സ്ട്രഗ്ലിംഗ് അല്ല ഇപ്പോൾ ഉള്ള എൻ്റെ സ്ട്രഗ്ലിംഗ്. അത് വേറൊരു രീതിയിലുള്ള സ്ട്രഗ്ലിംഗ് ആണ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണമെന്നുള്ള സ്ട്രഗ്ലിംഗ് ആണ് ഇപ്പോൾ ഉള്ള ഫേസിൽ പോകുന്നത്. അപ്പോൾ അത് എപ്പോഴും ആ സ്ട്രഗ്ലിംഗ് ഉണ്ടാകും. പക്ഷേ തുടക്കകാലത്ത് ഈ സിനിമയിലേക്ക് ഒന്ന് എത്തപ്പെടാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് അത് വലിയൊരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വേറെ ആൾക്കാർ പലതും പറയും, നമുക്ക് പറ്റാത്ത പണിയുണ്ട്, ഇതൊക്കെ വലിയവർക്ക് പറ്റുള്ളൂ, വീട്ടിലായാലും ബന്ധുക്കളായാലും ബാക്കി. പക്ഷേ ഇതിന് നല്ല കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതല്ലാത്തവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പറ്റുള്ളൂ, നമുക്ക് ഇത്രയും കാലമായില്ലേ നോക്കിയിട്ട്, വേറെ പണിക്ക് വല്ലതും പോവാം എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് തോന്നും വേറെ പണിക്ക് വല്ലതും പോകണോ. അപ്പം ഞാൻ വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്. വീണ്ടും എനിക്ക് കൺഫ്യൂഷനായി, ഇത് പോകണോ, ഇല്ല പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങനെ നിൽക്കാം, ഇത്രയും കാലമായില്ലേ നിൽക്കാം. അപ്പോൾ ഈ പെർസേവറൻസ് എന്ന് പറയുന്നൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ നിന്ന് നമ്മൾ ചെയ്യേണ്ടതൊക്കെ അങ്ങ് ചെയ്ത് വയ്ക്കുക. അത് ഏത് മീഡിയത്തിലായാലും, ഷോർട്ട് ഫിലിം ആയാലും ബാക്കി സാധനത്തിലായാലും ഓഡിഷൻ ആയാലും എല്ലാം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഒരു സമയം വരും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കൊരു 2 വർഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല എന്നാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം കാശില്ല എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് ഇതിനെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന, ഇപ്പം സ്വിഗ്ഗി ആയാലും അന്ന് ഊബർ ഈറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ആയാലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ എനിക്ക് അത് കഷ്ടപ്പാടിൻ്റെ കാര്യമായിട്ടല്ല പറയുന്നത്. കാരണം എനിക്ക് ഈ ആക്ടിങ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ജോലി സത്യം പറഞ്ഞാൽ സ്വിഗ്ഗിയും ഊബർ ഈറ്റ്സുമാണ്. കാരണം നമുക്ക് നമ്മളാണ് ഓണേഴ്സ്. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ബൈക്ക് എടുത്തോണ്ട് നമ്മൾ പുതിയ വഴികളിലൂടെയൊക്കെ പോകും. നമ്മളിത് തിരുവനന്തപുരത്താണെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ടല്ലോ, ഇങ്ങനെയും റോഡുകളുണ്ടല്ലോ എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയത്. ഇപ്പൊ സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുമ്പോഴും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഫേസിലും എല്ലാ ആക്ടേഴ്സും അത് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ നായകനായിട്ട് നിൽക്കുന്ന, സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറിനെ എടുത്താലും പുള്ളിക്ക് ഒരു സ്ട്രഗിൾ ആണ്. കാരണം പുള്ളിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. പുള്ളിയാണ് ഒരു പടം ഷോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്വം ആണ് ആ പടം വിജയിപ്പിക്കുക എന്നുള്ളത്. ബാക്കിയുള്ളവരെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലയെന്നല്ല, പക്ഷെ പുറമെ നോക്കുമ്പോൾ പുള്ളിയുടെ സോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് തോന്നും. പുള്ളി ആയിരിക്കും ചിലപ്പം പടം വീണുപോയാൽ എല്ലാവരും പറയുക. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അവരുടെ സ്ട്രഗിളും ഭയങ്കരമാണ്. അപ്പോൾ ഓരോ തരത്തിൽ ഓരോ ഫേസിലിരിക്കുന്ന ആക്ടേഴ്സിനും സ്ട്രഗിൾ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പം സിനിമാ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറെ പേര് വേണ്ട ഈ പണി നിർത്തിപ്പോ എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ ആ സമയത്തും ഇല്ല എനിക്കൊരു നടനാകണം എന്നുള്ളൊരു മോട്ടീവ്, കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ഒരു സെൽഫ് മോട്ടീവ് തോന്നില്ല, എനിക്കൊരു നടനായേ പറ്റുള്ളൂ, സിനിമയാണ് എൻ്റെ ജീവിതം. ആ ഒരു റിയലൈസേഷൻ പോയിന്റ് എങ്ങനെയായിരുന്നു വന്നത് ശരിക്കും പറഞ്ഞാൽ? ഈ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് കാരണമായിരുന്നോ? അത് മാത്രമല്ല, ഞാൻ ചെയ്ത ജോലികളിലൊക്കെ ഞാൻ തോൽവിയായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതൊന്നും നമുക്ക് പറ്റൂല. ഇടയ്ക്ക് ചാനലിലൊക്കെ ചാനലിൽ ഞാൻ വർക്ക് ചെയ്തത് ആക്ച്വലി ഞാൻ ആദ്യം MBA കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പോലെ മാതൃഭൂമിയിൽ സെയിൽസിലാണ് പോയത്. അപ്പോൾ സെയിൽസിൽ ഞാൻ മാർക്കറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ സെയിൽസിൽ പോയിട്ട് എനിക്ക് സെയിൽസിൽ പറ്റുന്നില്ല, എനിക്കത് പറ്റുന്നില്ല, ഇതല്ലല്ലോ ഞാൻ ചെയ്യേണ്ടതെന്ന് ഓരോ ദിവസം തോന്നിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സെയിൽസ് അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഇതായി. അപ്പോഴും നമുക്ക് ഈ മനസ്സിൽ സിനിമയുണ്ടെന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ സെയിൽസ് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിട്ടു, ആ ജോലി വിട്ടു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റെഡ് മൈക്ക് മാതൃഭൂമിയുടെ ഇവന്റ് മാനേജ്മെന്റ് ഡിവിഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല. അല്ലാതെ അവിടെ വേറെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, മാതൃഭൂമിയല്ലേ, നല്ല രസമായിരുന്നു അവിടെ വർക്ക് ചെയ്യാനൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് സെയിൽസ് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറേ കാലം ചുമ്മായിരുന്നു, ഈ സിനിമ തന്നെ. അപ്പോഴും നമുക്ക് എന്തെങ്കിലും വേണമല്ലോ കയ്യിൽ. അപ്പോൾ അപ്പോഴാണ് ഈ ഫ്ലവേഴ്സ് TV തുടങ്ങിയ സമയത്തായിരുന്നു. അവിടേക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജേർണലിസോ അങ്ങനെയൊന്നും പഠിച്ചു, അവർ പറഞ്ഞിട്ടുണ്ട് ജേർണലിസം പഠിച്ചവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അതൊന്നും പഠിക്കാതെ വന്നത്, എനിക്ക് ഫീൽഡ് അല്ലാതെ വന്നത്. അപ്പോൾ എനിക്കവിടെ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ സ്മാർട്ട് ഷോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത്. അത് ഇതിനു മുമ്പ് ചെയ്തു വെച്ച വീഡിയോസൊക്കെ കണ്ടിട്ട് സുനിൽ ഇബ്രാഹിം സാർ എന്നെ വിളിക്കുകയും ഒരു ഓഡിഷൻ വന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ സിനിമ. ഫ്ലവേഴ്സിൽ നിന്നപ്പോഴാണ് ആദ്യ സിനിമ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ചെയ്താലും ഞാൻ അതിൽ സക്സസ് ആവും, നമ്മൾ ചെയ്യുന്നതിൽ എന്തോ അതിൽ നമ്മൾ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള വിചാരമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ടിങ് ആണ്, ഞാൻ ഭയങ്കര വലിയ ആക്ടർ അങ്ങനെയല്ല പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമയ്ക്കകത്തുള്ള സംഭവങ്ങളായിരിക്കും എനിക്ക് പറ്റിയ സാധനം. കാരണം നമ്മൾ മനസ്സുകൊണ്ടും കൂടെ ചെയ്യണത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് വേറൊരു സുഖം. അത് തന്നെ. അപ്പോൾ ഈ ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെ ഓഡീഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഉറപ്പായിട്ടും ജോലി ഞാൻ പറഞ്ഞില്ലേ, മാതൃഭൂമിയിൽ ഞാൻ പറഞ്ഞതിൽ 5 മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഫ്ലവേഴ്സിലും ഏകദേശം 5-6 മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സമയം ഞാൻ ഇങ്ങനെ അല്ലാത്ത പരിപാടികളൊക്കെ ചെയ്തു. നമ്മൾ ഫ്ലയേഴ്സ് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ജോലി. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഓഡീഷനെ ഇതൊന്നും ബാധിക്കാത്ത സംഭവങ്ങളാണ്. ഓഡീഷൻ ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് ഓഡീഷനുകൾ കൂടെ പോയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് ഔട്ട് ആവുകയും. ഇപ്പം ഓഡീഷനിൽ ഒരു റോള് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല നടനാവണമെന്നില്ല. ഓഡീഷനിൽ കിട്ടാതിരിക്കുക എന്ന് വെച്ചിട്ട് അയാളൊരു നല്ല നടന അല്ലാതിരിക്കുന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ടാലൻറ്റ് ഞാൻ എങ്ങനെ ഷോക്കേസ് ചെയ്യും ആൾക്കാരുടെ ഫ്രണ്ടിൽ എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് വീഡിയോസൊക്കെ എടുത്തു തുടങ്ങി. 2014-15 സമയത്ത്. അന്ന് ഇൻസ്റ്റാഗ്രാമൊന്നുമില്ല, ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ ഇട്ടു തുടങ്ങിയത്. അതാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്, സത്യം പറഞ്ഞു. അതെ, അങ്ങനെയാണ് അത് വന്നെത്തിയത്. ഇത്രയും നാള് ഈ സിനിമകൾ ചെയ്തതിൽ ഇപ്പം ഒരുപാട് പേഴ്സണലി ഇഷ്ടം തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകും, സിനിമകളുണ്ടാകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ളൊരു പോയിന്റ് എത്തിയിട്ടുണ്ടാവില്ല, അത് ഏത് സിനിമയായിരിക്കും അല്ലെ ക്യാരക്ടർ ആയിരിക്കും? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. ഇതാണ് ഞാൻ ചെയ്യേണ്ട സാധനം, അങ്ങനെയില്ല. എനിക്ക് ഇനിയുള്ളതും ചെയ്യണം, ഇനി എപ്പോഴോ വരാനുള്ളതാണ് എൻ്റെ ബെസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോഴും കിട്ടിയൊരു ക്യാരക്ടർ അല്ല ഇതിപ്പം. പൊന്മാൻ എന്നുള്ള ക്യാരക്ടർ, പൊന്മാനിലെ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴയ 90s കാണുന്ന ഒരു പടമില്ലേ, അത് പലരും ഈ റിവ്യൂസിലൊക്കെ പലരും പറയുന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ മോഹൻലാൽ, മുരളി ഒക്കെ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഡ്രാമ സാധനമല്ലേ. ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഡ്രാമ ഫിലിമാണ്, ഒരു ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രാമ ഫിലിമാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ അതിനൊക്കെ ഭയങ്കര ഡെപ്ത് ഉണ്ടാവും ക്യാരക്ടേഴ്സിനൊക്കെ. കുറച്ചും കൂടെ ഇന്നത്തെ സിനിമക്കാളും കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും. അപ്പം അങ്ങനെ ക്യാരക്ടേഴ്സ് ഞാൻ എപ്പോഴും 90s സ്റ്റക്ക് ആയിട്ടുള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ. അവിടുത്തെ സിനിമയും അവിടുത്തെ കൾച്ചർ, അവിടുത്തെ തമാശകൾ, അവിടുത്തെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ 90s കിഡ്സ് ആയതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഉള്ള സിനിമ ചെയ്യണം. ഈ പറഞ്ഞ പോലെ മുരളിയൊക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടർ, അങ്ങനെയൊക്കെ ലാലു അലക്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയൊരു ക്യാരക്ടറാണ് ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ. എനിക്കത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഒന്നാണ്. അതുപോലെ തന്നെ ആൾക്കാർ അധികം കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ് 1744 വൈറ്റ് ഓട്ടോ എന്നുള്ള സിനിമ. അതിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം അതിൽ ഞാൻ സംസാരിക്കുന്നില്ല, ആ സിനിമ മുഴുവൻ ഞാൻ സംസാരിക്കുന്നില്ല. അതിൽ ഊമയല്ല, പക്ഷേ ഞാൻ ഈ സംസാരിക്കാൻ കഴിയാത്ത ആളല്ല, പക്ഷേ എനിക്ക് ലോകത്തോടൊന്നും സംസാരിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ്.
അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ പോലെ സിനിമ അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ OTT റിലീസും വന്നിട്ടില്ല. അത് ഞാൻ ചോദിക്കാനായിരുന്നു, എന്തുകൊണ്ട് അതിന്റെ OTT ഒന്നും ഇതുവരെ ആവാതിരിക്കും? അറിയില്ല. അത് എനിക്കും സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയ പിടിയില്ല. അവർ ടോക്കിലാണ്, പ്രൊഡ്യൂസേഴ്സ് കുറേ പേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊന്ന് കുറച്ചും കൂടെ ആൾക്കാർ കാണണം. കാരണം അതൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. അപ്പം അത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ വ്യത്യസ്ത സിനിമകളുടെ ഭാഗമാവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണല്ലേ? ഉറപ്പായിട്ടും. അത് എനിക്ക് എൻ്റെ കരിയറിലൊരു എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ല പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞ് ഹിമാലയത്തെ കശ്മീരിൽ എന്ന് പറയുന്ന സിനിമയിൽ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് കിട്ടിയത്. സായന വാർത്തയിൽ വന്നപ്പോൾ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ കിട്ടി. സാജൻ ബേക്കറിൽ ഭയങ്കര ലൈറ്റ് ഹാർട്ടായിട്ടുള്ള, അറ്റൻഷൻ പ്ലീസിൽ വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ് കിട്ടിയത്. CID രാമേന്ദ്രൻ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ CID രാമേന്ദ്രനിൽ ഒരു വില്ലൻ റോളാണ് കിട്ടിയത്. ജയഹയിൽ ഭയങ്കര ഒരു സഹോദരൻ, ഒരു ഭയങ്കരമായിട്ട് സഹായിക്കുന്ന, ഭയങ്കര ഒരു മാറ്റമുള്ളൊരു സഹോദരനായിട്ടായിരുന്നു. പത്മിനിയിൽ കൂടെ നിൽക്കുന്ന, എപ്പോഴും ത്രൂ ഔട്ട് ഇരിക്കുന്ന ഒരു അളിയൻ ക്യാരക്ടറായിരുന്നു. അത് ഭയങ്കര ലൈറ്റ് ട്രാക്കായിരുന്നു. ഇതിൽ വന്നപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ബ്രൂണോ എന്നുള്ളൊരു ക്യാരക്ടർ, പല ഷെയ്ഡ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പല ക്യാരക്ടേഴ്സ്, കോമഡി ആയാലും ഈ പറയുന്ന നെഗറ്റീവ് ഷെയ്ഡ്സ് ആയാലും ഇടയ്ക്ക് നിൽക്കുന്ന ഗ്രേ ഷെയ്ഡ്സ് ഉള്ള അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടർ മാത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഈ ആനന്ദേട്ടൻ്റെ ട്രിവാൻഡ്രത്തെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, ഒരു സിനിമ ടീം എന്നുള്ള. അപ്പം നേരത്തെ മുമ്പ് നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഓഡീഷൻ മേറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓഡീഷന് സ്ഥിരം പോയി അവിടുന്ന് കിട്ടിയ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് ടീമുകളുടെ ഇപ്പം എവിടെയാണ് അവരൊക്കെ? ആക്ച്വലി ഞങ്ങളെ ട്രിവാൻഡ്രത്തെ ഈ പറഞ്ഞ ടീം എല്ലാവരും കൂടി ചേർന്ന് ഒരു സിനിമ ചെയ്തായിരുന്നു, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ ഞാനും എഴുത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ വൺ ഓഫ് ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് സംഭവിച്ച സിനിമയാണ്. 2019 മുതൽ നമ്മൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത് എഴുതി അന്നോട്ട് ചെയ്യാൻ വച്ചിരുന്ന സിനിമ 2022 സംഭവിക്കുകയും 2024 പുറത്തിറങ്ങുകയും ചെയ്ത സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളെ ഭാഗത്ത് നിന്നൊരു സിനിമ ഉണ്ടാക്കി എന്നുള്ളത്, നമ്മളെ കൂട്ടുകെട്ടിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കുന്നത്. കാരണം അതിൽ റൈറ്റേഴ്സ് ഡയറക്ടർ ഞങ്ങളുടെ ഫ്രണ്ട് അവൻ തന്നെയാണ്, വിനേഷാണ്. പിന്നെ എഡിറ്റർ ഇതിൻ്റെ വൺ ഓഫ് ദി കോ റൈറ്ററാണ് കൈലാഷ്. ക്യാമറാമാൻ നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നമ്മളെ ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ പേര് നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ വിജയമായിട്ട് ഞങ്ങൾ കരുതുന്നത്. ആ സിനിമ തിയേറ്ററിൽ 3 ആഴ്ച പോയി. പക്ഷെ അധികം ആൾക്കാരിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിലും ഭയങ്കര റിവ്യൂസ് വന്നു, ഭയങ്കര നല്ല റെസ്പോൺസാണ് വന്നത്. ഈവൻ പല്ലൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇറക്കുന്നത്. അപ്പം പല്ലൊട്ടിയും പിള്ളേരെ പടം, ഇതും പിള്ളേരെ പടം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് രണ്ടും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് ആളുകൾ അധികം എത്തിയില്ല. നല്ല റിവ്യൂസ് വന്നു, ഭരദ്വാജങ്കൻ്റെ അടക്കം നല്ല റിവ്യൂസ് വന്നു. അതിൻ്റെയും OTT റിലീസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. കാരണം ഒരു ചെറിയ പടമുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് പരിമിതികളുണ്ടായിരുന്നു, ബഡ്ജറ്റിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്കും എന്തോ ഈ പറയുന്ന വലിയ തലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അജോട്ടിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ. എൻ്റെ ഫേവറേറ്റ് പെർഫോമൻസ് അതിൻ്റെ അകത്തായിരുന്നു. കരിയർ ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അജോട്ടൻ്റെ. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ, ആ കൂട്ടുകെട്ടുണ്ട് എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി അടുത്തൊരു ഘട്ടത്തിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം നിൽക്കുകയാണ്. ഓഡീഷൻ മേറ്റ്സ് ഇല്ലായിരുന്നു. ഓഡീഷൻ മേറ്റ്സ് ഈ പറയുന്ന പോലെ അതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം പലരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഇപ്പോൾ സജീവമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. ഞാൻ പണ്ട് ഓഡിഷൻ തൊഴിലാളി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പവിചന്ദ്രനോടൊപ്പം. അപ്പോൾ അത് ഞങ്ങളുടെ കഥയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ പല എപ്പോഴും നമ്മൾ ഓഡീഷന് പണ്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പണ്ട് ഒരുപാട് ഓപ്പൺ ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറവാണ്. ഇപ്പം കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് ആൾക്കാരെ മെയിലൊക്കെ അയച്ചിട്ട് അവരെ ഇത് വെച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പണ്ട് ഓപ്പൺ ഓഡീഷൻസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ അതൊക്കെ പണ്ട് ഞാൻ ഇവിടെ കൊച്ചിയിൽ ഞാൻ പണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെയിലത്ത് നിന്ന് അവസാനം എൻ്റെ ഒരു ചാൻസ് 100-800 പേരെന്തോ അന്ന് വന്നായിരുന്നു ആ ഓഡീഷന്. സിനിമയൊന്നും പറയുന്നില്ല. നമ്മളകത്ത് കയറിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് കാസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു സാധനമാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ബൈറ്റ് കൊടുത്തിട്ട് പോവുക, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും പൈസ തരിക, അത് വെച്ച് നമ്മൾ ബാക്കി സിനിമയിൽ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും പേരെ വെയിലത്ത് നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ അന്ന് നമ്മൾ കഷ്ടപ്പെട്ടൊരു പാഠം, നമ്മൾ അന്ന് വിഷമിച്ചൊരു വല്ലാത്തൊരു മനസ്സുണ്ട്. അന്ന് ഞാൻ അടക്കമുള്ള എല്ലാവരും, അന്ന് ഞാൻ കണ്ടുപിട്ടിയ കുറേ പേരുണ്ട്. അന്ന് ഇതേപോലെ എൻ്റെ അടുത്ത് വിഷമിച്ചിവിടെ എന്ത് പരിപാടിയാണ് അവർ കാണിക്കണമെന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പം സിനിമയിൽ അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം കുറച്ചും കൂടെ ഓഡീഷൻസൊക്കെ ഇപ്പം കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലാണ് നടത്തപ്പെടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.
അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെ. പക്ഷെ അന്നത്തെയും ഇന്നത്തെയും പലപ്പോഴായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, പലപ്പോഴും സിനിമ ബിഫോർ റിലീസ് തന്നെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓഡീഷൻസ് നടത്തുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്നതൊരു പ്രൊമോഷൻ, കാരണം ഇത്രയും ഈ ഓപ്പൺ ഓഡീഷനൊക്കെ അന്ന് നടത്തുമ്പോൾ ഇത്രയും പേരിലേക്ക് എത്തിയില്ലേ സിനിമ. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ട് ചിലപ്പോൾ പലതും അങ്ങനെ നടത്തപ്പെട്ടിട്ടുണ്ടാവും, നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും പഴയ പോലെ ഓഡീഷന് പോകുന്നു, അവിടെ വിലസ് പോയി നിൽക്കുന്നു, പോകുന്നു, ചെയ്യുന്നു, കിട്ടുന്നില്ല, അപ്പോൾ അതുപോലെ കിട്ടുന്നില്ല, ഓക്കെ ശരി അടുത്ത പരിപാടി നോക്കാം. പക്ഷെ നമ്മൾ ഈ സിനിമയെ പറ്റി അറിയുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതും ആയിരിക്കാം. ഇതിൻ്റെ ഇടയിൽ ജെന്യുവൻ ആയിട്ടുള്ള ഓഡീഷൻസിന് ഇഷ്ടം പോലെ പോയിട്ടുണ്ട് കേട്ടോ. അതുമായിരുന്നു കൂടുതൽ, നമുക്ക് പിന്നെയും അതായിരുന്നു കൂടുതൽ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളും വരാറുണ്ട്, അത്രയേ ഉള്ളൂ. ഏകദേശം എത്ര ഓഡീഷൻസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? അയ്യോ, അത് അങ്ങനെ കണക്കെടുത്ത ഒരു 19 മേളിലൊക്കെ അന്ന് ആ സമയത്ത് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഓഡീഷൻ കൊടുത്ത് മടുത്തിട്ടാണ് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങി. അതും 2014-15 സമയത്താണ്. അപ്പം അതിന് മുമ്പൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പോൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓഡീഷൻ എന്ന് പറയുന്നത് മുംബൈ പോലീസിൻ്റെ ഓഡീഷൻ ഇവിടെ വൈറ്റ് ഫോർട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു 2012 കേരള യൂണിവേഴ്സിറ്റി മോണാക്റ്റിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടി. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ മുംബൈ പോലീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങനെ ഓഡിഷൻ നടപ്പുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വൈറ്റ് ഫോർട്ടിൽ പോയി. അപ്പോൾ ഓഡിഷൻ്റെ എൻ്റെ സമയമായി. ഞാൻ അകത്ത് കയറിയപ്പോൾ അവിടെ റോഷൻ സാർ ഉണ്ടായിരുന്നു, അരോമ മോഹൻ ഉണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, സോറി ആനന്ദ്, ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല, സോറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് നമ്മളെന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോകണം ഓഡിഷൻ ചെയ്യാൻ, പലപ്പോഴും അതിൻ്റെ രീതി അതാണ്. അപ്പോൾ ഞാൻ ഒരു സാധനം ചെയ്തു, പുള്ളി വേറൊരു സാധനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2-3 സാധനം ചെയ്തു. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾ നല്ല നടനൊക്കെയാണ്, പക്ഷേ ഈ പടത്തിൽ നമുക്ക് പറ്റില്ല, നമുക്ക് അടുത്ത പടത്തിൽ ചെയ്യാം, നിങ്ങൾ നല്ല നടനം. ആ വാക്ക് എനിക്ക് നൽകിയ ഒരു മോട്ടിവേഷൻ ഉണ്ട്, എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. കുറേ കാലത്തേക്ക് ഓടാനുള്ള ഒരു മരുന്ന് അതായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റ് ഫോർട്ടിൻ്റെ പടി വഴി താഴോട്ട് ഇറങ്ങുമ്പോൾ കരഞ്ഞിട്ടാണ് വന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു സിനിമാക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നത് നല്ല രസമുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പം അവന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അടിക്കണോ അമ്മരെന്തെങ്കിലും ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല, ഇത് വേറെയാണ് എന്നുള്ള രീതിയിലാണ്. അത് അങ്ങനെയുള്ള നല്ല മൊമെന്റ്സും എനിക്ക് ഓഡിഷൻ വഴി വന്നിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെയുള്ളത്. നമ്മൾ എന്തായാലും പറഞ്ഞോണ്ടിരുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൊമോഷന്റെ. അപ്പൊ അങ്ങനെയും ഓഡീഷനുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ തന്നെ. ഇപ്പോഴും ആ പുള്ളി പറഞ്ഞ വാക്കുകൾ എക്സാക്ട്ലി ഞാൻ ഓർത്ത് ഇരിപ്പുണ്ട്. അത് ഭയങ്കര മൊമെന്റ് ആണ്. അപ്പൊ അങ്ങനെയും ഓഡീഷനിൽ നമുക്ക് പോസിറ്റീവ് സ്ഥാനം തന്നിട്ടുണ്ട്.